പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 25 ഞായർ. പ്രധാന വാർത്തകൾ. സൈനിക, ലോജിസ്റ്റിക്, പൊതുഗതാഗത മേഖലയിലേക്ക് ആവശ്യമായ കൂടുതൽ വാഹനങ്ങൾ പുറത്തിറക്കി കർവ മോട്ടോഴ്സ്. ദുഃഖം. ഇക്കണോമിക് സോണിലെ ഫാക്ടറിയിൽ നിന്നാണ് പ്രാദേശിക അന്തർദേശീയ വിപണികളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. കൂടാതെ സർക്കാരിനും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സേവനം നൽകുന്നതിന് ആവശ്യമായ വാഹനങ്ങളും കർവ ഫാക്ടറിയിൽ നിന്നും പുറത്തിറക്കിയിട്ടുണ്ട്. ഈ വർഷം 700-ൽ പരം ഒമാൻ നിർമ്മിത വാഹനങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് കയറ്റി അയക്കുമെന്ന് കർവ മോട്ടോഴ്സ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത കാലത്തായി ഇറാഖ്, ഖത്തർ, സൗദി അറേബ്യ, US എന്നിവിടങ്ങളിലേക്ക് ഒമാനിൽ നിർമ്മിച്ച വാഹനങ്ങൾ കയറ്റി അയച്ചിരുന്നു. തെറ്റായ രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. മറ്റു വാഹനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് ഗതാഗത നിയമലംഘനമാണ്. നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ട്രാഫിക് വിഭാഗം ആവശ്യപ്പെട്ടു. പൊതുസ്ഥലങ്ങളിൽ തെറ്റായ പാർക്കിംഗ് ഗതാഗത കുരുക്കിനും മറ്റു വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം തടയുന്നതിനും കാരണമാകാറുണ്ട്. ഈ ഘട്ടത്തിലാണ് മുന്നറിയിപ്പ്. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി സലാല സുൽത്താൻ കാബോ സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ധോഫാർ മുനിസിപ്പാലിറ്റി അറിയിച്ചു. റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് നടപടി. അടുത്ത മാസം 12-ന് വ്യാഴാഴ്ച വരെയാണ് നിയന്ത്രണം. ഈ കാലയളവിൽ പ്രദേശത്ത് താൽക്കാലിക ഗതാഗത വഴിതിരിച്ചുവിടൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിൽ നിയമലംഘകർക്കെതിരെ വ്യാപക പരിശോധനയും കർശന നടപടികളുമായി അധികൃതർ. ഈ വർഷം ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ 12,319 ആളുകളെ അറസ്റ്റ് ചെയ്തതായും 7,615 വ്യക്തികളെ നാടുകടത്തിയതായും അധികൃതർ അറിയിച്ചു. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷനുമായി സഹകരിച്ചായിരുന്നു പരിശോധനകൾ. ഒമാനിലുടനീളം തൊഴിൽ നിയമ നിർവഹണത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന്റെ പ്രാധാന്യത്തെ എടുത്തുകാണിക്കുന്നതാണിതെന്ന് അധികൃതർ പറഞ്ഞു. തൊഴിൽ പരിശോധനകളുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന് ചില ചുമതലകൾ തൊഴിൽ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച ഒമാനി കേഡറുകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. വിവിധ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രത്യേക സുരക്ഷാ സേവനങ്ങൾ നൽകി പൊതു-സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ വിജയകരമായ ദേശീയ മാതൃകയാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷൻ കമ്പനിയെന്ന് CEO റിട്ടയർഡ് ബ്രിഗേഡിയർ ജനറൽ സഈദ് ബിൻ സുലൈമാൻ അൽ അസ്മി ഒമാൻ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു. അൽ സലാമ, അൽ അൻസാബ് ബ്രാഞ്ചും അൽ ബുവൈർ KCCയും ചേർന്ന് ബൗഷർ ബ്ലഡ് ബാങ്കിന് വേണ്ടി സൗജന്യ രക്തദാന ക്യാമ്പ് നടത്തി. രക്തം ദാനം ചെയ്തവരെ അഭിനന്ദിച്ചുകൊണ്ട് അൽ സലാമ, അൽ അൻസാബ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. 1 വർഷം വരെ സൗജന്യ ഡോക്ടർ സേവനം നൽകുന്ന സ്പെഷ്യൽ കാർഡുകൾ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നും അൽ സലാമ മാനേജർ സഫീർ അറിയിച്ചു. നൂതന ക്യാൻസർ പരിചരണ സേവനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി UAEയിലെ ഏറ്റവും വലിയ ക്യാൻസർ പരിചരണ ശൃംഖലകളിൽ ഒന്നായ ബുർജിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒമാനിൽ ആദ്യ സെന്റർ ആരംഭിച്ചു. GCCയിൽ ഉടനീളം വിദഗ്ധ ഓങ്കോളജി സേവനങ്ങൾ കൂടുതൽ പ്രാപ്യമാക്കുകയെന്ന ബുർജിൽ ഹോൾഡിംഗ്സിന്റെ പ്രതിബദ്ധതയെ അടയാളപ്പെടുത്തുന്നതാണ് മസ്കത്ത് അൽ ഗുവൈറിലെ ബുർജിൽ ഹോസ്പിറ്റലിലുള്ള ഈ സെന്റർ. ICC ലോകകപ്പ് ക്രിക്കറ്റ് ലീഗ് 2-ൽ ഒമാന് തുടർച്ചയായി വിജയം. മഴ തടസ്സപ്പെടുത്തിയ കളിയിൽ കാനഡയ്ക്കെതിരെ DLS നിയമപ്രകാരം 18 റൺസിന്റെ വിജയമാണ് സുൽത്താനേറ്റ് സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത കാനഡ 48.4 ഓവറിൽ 10 വിക്കറ്റ് നഷ്ടത്തിൽ 212 റൺസെടുത്തു. 120 പന്തിൽ 73 റൺസെടുത്ത നവനീത് ദലിവാൽ ആണ് കാനഡയുടെ ടോപ്പ് സ്കോറർ. 1.4 ഓവറിൽ 9 റൺസ് വഴങ്ങി 2 വിക്കറ്റെടുത്ത മുഹമ്മദ് നദീം 9 ഓവറിൽ 21 റൺസ് വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തിയ ഷക്കീൽ അഹമ്മദ് എന്നിവരാണ് കാനഡയെ ചെറിയ സ്കോറിൽ ഒതുക്കിയത്.
ഒമാനിൽ ദുൽഹിജ്ജ മാസപ്പിറവി ഉറപ്പിക്കുന്നതിന് സുപ്രധാന സമിതി ചൊവ്വാഴ്ച യോഗം ചേരും. ദുൽഹിജ്ജ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെങ്ങും നിരീക്ഷണ സംവിധാനം ഒരുക്കും. മാസപ്പിറ കാണുന്നവർക്ക് ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ വിവരം അറിയിക്കുന്നതിന് ഒമാൻ ഔഖാഫ് മതകാര്യ മന്ത്രാലയം സംവിധാനമൊരുക്കാറുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.